സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈക്കലാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരന് നൽകുന്ന തുകയിൽ നിന്ന് പോലും കൈയിട്ട് വാരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് ഗ്രോവാസു പറഞ്ഞു. നമ്മുടെ നികുതി കിട്ടുന്ന നമ്മുടെ വമ്പൻ തുകയില് ഏറെക്കുറെ 90% ശമ്പളത്തിനായി ചെലവഴിക്കുന്നു എന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. പത്രങ്ങളിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ബാക്കി 10% കൊണ്ട് വേണം ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളും മറ്റു ചെലവുകളും മറ്റും ഒരു ഭരണകൂടത്തിന് നിർവഹിക്കാം. അത്രമാത്രം ഉയർന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് 25,000, 50,000, 75,000, 1 ലക്ഷം, 1.5 ലക്ഷം അങ്ങനെയാണ് അവരുടെ ശമ്പളം. നമ്മൾ ഒരു മോശവും വരുത്തിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഹെഡ് മാസ്റ്റർ 11 റുപ്യാണ് ശമ്പളം വാങ്ങി. ഞാൻ കോമൺവെൽത്തിൽ ജോലിക്കാരനായി ചേർന്ന 16 വയസ്സിൽ ജോലിക്ക് 46 കോമൺവെൽത്തിലെ ഒരു തൊഴിലാളിൻ്റെതായിട്ടുള്ള വരുമാനത്തിന്റെ 1/3 കളക്ടറേറ്റിലെ ഒരു ക്ലർക്കിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കളക്ടറേറ്റിലെ ജോലിക്കാരൻ യൂറോപ്യൻ സൈറ്റിന്റെ കോമൺവെൽത്തിലെ ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നതാണ്. ഇപ്പൊ തന്നെ ഗോളിയോറൈൻസില് പിന്നെ ആദ്യ കാലഘട്ടത്തില് ജോലി ചെയ്തിരുന്നവർക്ക് വർഷത്തില് ഗവൺമെന്റിന് രാജിവെച്ചിട്ട് പോയാലോ എന്നുള്ള തോന്നലുണ്ടായി. ജില്ലാ പ്രസിഡന്റ് അലിദു വക്കയിൽ അധ്യക്ഷനായി. അക്ബർ മമ്പാട്, യൂസഫ് മമ്പാട്, ഉണ്ണി ഒതായി, ഫൈസൽ വാണിയമ്പലം, കുഞ്ഞിമോൻ മഞ്ചേരി എന്നിവരും സംസാരിച്ചു.